ആദ്യം തന്നെ നമ്മളെ സ്നേഹിക്കുന്ന എല്ലാ ചങ്ങാതിമാർക്കും ഒരു കിടുക്കാച്ചി നമസ്കാരം ഇരിക്കുന്നത് ഒരു കിടുക്ക മോരുകാച്ചീൻ്റെ റെസിപ്പി കേട്ടോ. 5 മിനിറ്റ് കൊണ്ട് മോരുകാച്ചി ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കാം. രാവിലെയൊക്കെ നിങ്ങൾ ജോലിക്ക് പോകുന്നതിന് ഭയങ്കര തിരക്കായിരിക്കും. ആ സമയത്ത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിടുക്കാച്ചി മോരുകാച്ചിയാണ്. സുഖമായിട്ട് ഒരാഴ്ച ഫ്രിഡ്ജിലിരിക്കും ഈ സാധനം. ആദ്യം തന്നെ നല്ല പുളിയുള്ള തൈര് ഇതുപോലെ പൊട്ടിച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റുക. ആ സമയത്ത് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യാനും ഒരു കാരണവശാലും മറക്കല്ലേ. ലൈക്ക് ചെയ്യാൻ മറക്കുകയേ ചെയ്യരുത് ചങ്ങാതി. അങ്ങ് കയറി ലൈക്ക് ചെയ്യുക ചങ്ങാതി. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൈര് ലൂസാക്കല് നമുക്ക് വേണ്ട അറിയാമല്ലോ. മോരുകാച്ചിന് വേണ്ട തിക്നെസ്സിന് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആ വെള്ളം ഒഴിച്ച ശേഷം നല്ലോണം ഇതുപോലെ അടിച്ച് പതപ്പിക്കുക. സെറ്റാക്കി എടുക്കുക സാധനം കേട്ടോ. ഇതുപോലെ സെറ്റായ ശേഷം ഇവന് വേണ്ട ചെറുള്ളി ക്ലീൻ ചെയ്ത് വെച്ച ശേഷം അവനെ ഇങ്ങനെ നല്ല സ്റ്റൈലായിട്ട് അങ്ങ് അരിയുക. എന്നിട്ട് നമ്മുടെ പരിപാടിയായ തീപിടിപ്പിക്കൽ ശേഷം പാത്രം ചൂടാക്കുന്നു. പാത്രം ചൂടാക്കിയ ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ നല്ല സ്റ്റൈലായിട്ട് എടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്ക് കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടിയ ശേഷം ഉലുവ ഇട്ട് കൊടുക്കുക. ഉലുവ ഒന്ന് മൂത്ത ശേഷം അതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കുക. ഇഞ്ചി നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്യണം കേട്ടോ. നല്ല സ്റ്റൈലായിട്ട് ഇതിലിട്ടങ്ങ് റോസ്റ്റ് ചെയ്യുക. ഇഞ്ചി ഒന്ന് റോസ്റ്റായി വരുമ്പോഴേക്ക് അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളി ചെറുതായി എരിഞ്ഞ് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. നീളത്തിൽ വേണ്ട, ചെറുതായി എരിഞ്ഞ് വെളുത്തുള്ളി ഇതുപോലെ അങ്ങ് റോസ്റ്റ് ചെയ്യുക. ശേഷം പച്ചമുളക് 2ആയി കീറിയതോ 3ആയി കീറിയെടുത്ത് പച്ചമുളക് എടുത്ത് 8 ഇടിയിലിടുക. എന്നിട്ട് അവനെ ഇതുപോലെ റോസ്റ്റ് ചെയ്യുക. പച്ചമുളക് ഒന്ന് ലെവലായി വരുമ്പോഴേക്ക് ചെറുള്ളി നമ്മൾ ചെറുതായി അരിഞ്ഞ് വെച്ചിരിക്കുന്ന സാധനമുണ്ടല്ലോ അതെടുത്തൊരു മറിക്കുക. മറിച്ച ശേഷം അവനെ ഇതുപോലെ അങ്ങ് റോസ്റ്റ് ചെയ്യുക. ലൈറ്റ് കളറാകുന്ന വരെ ഇവനെ ഇതിൻ്റെ അകത്തിട്ട് ഇങ്ങനെ റോസ്റ്റ് ചെയ്യണം കേട്ടോ. ശേഷം വത്തലമുളക് ഇട്ട് കൊടുക്കുക. വത്തലമുളക് നല്ലോണം അങ്ങ് മൂപ്പിക്കുക. വത്തലമുളക് മൂത്ത് വരുമ്പോഴേക്ക് അതിലേക്ക് കരിവേപ്പില വാരി അങ്ങ് വിതറുക. കരിവേപ്പില ഇട്ട് നല്ല രീതിയിലങ്ങ് വരട്ടിയെടുക്കുക കേട്ടോ. ഇവനൊക്കെ ഏകദേശം രൂപത്തിലും ഭാവത്തിലൊക്കെ ആയി വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. ആ സമയമാകുമ്പോഴേക്ക് ഇതിലേക്ക് വേണ്ട മസാലാസായ മഞ്ഞപ്പൊടി, മുളക് പൊടി ഇത്ര സാധനമായിട്ട് നല്ലവണ്ണം ഒന്ന് വരട്ടിയെടുക്കുക. കാരണം ആ പച്ചപ്പൊന്നും മാറണമല്ലോ. പച്ചച്ചോവായിട്ട് കഴിഞ്ഞാൽ തൈരിനകത്ത് വന്നു കഴിഞ്ഞാൽ വേറെ ടേസ്റ്റ് ആയിപ്പോൾ ലൈറ്റായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിലേക്ക് മൈദ ഇട്ട് കൊടുക്കുക. മൈദ ഒരു സീക്രട്ട് റെസിപ്പിയാണ്. കാരണം തൈര് ഒഴിക്കുമ്പോൾ ചൂടാക്കുമ്പോൾ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ മൈദ ഇട്ട് കൊടുക്കുന്നത്. മൈദ ഇട്ട ശേഷം ഒന്ന് വരട്ടിയ ശേഷം തൈര് അടിച്ച് പതപ്പിച്ച് തൈരെടുത്ത് അതിലേക്ക് ഇടുന്നു. ചെറിയ ഫ്ലെയിം ആക്കുക. തീ അങ്ങ് ചെറിയ ഫ്ലെയിം ആക്കുക. എന്നിട്ട് ഇതുപോലെ നല്ല കലക്കി കൂട്ടുക കേട്ടോ. അപ്പോൾ പിന്നെ ഇതുപോലെ നല്ല കളറായി വരും. ഒന്ന് കുറുകിയും കിട്ടും. മൈദ ഉള്ളതുകൊണ്ട് ചെറുതായിട്ടൊന്ന് കുറുകിയും കിട്ടും. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അത് നിങ്ങളുടെ ടേസ്റ്റാണ്. ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾ ഉപ്പിട്ടു. ധൈര്യമായിട്ട് ഉപ്പിട്ട ശേഷം ലാസ്റ്റ് ഇച്ചിരി കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ഇതൊരു സീക്രട്ട് കേട്ടോ. കായപ്പൊടിയും കൂടി ഇട്ട ശേഷം ഇവനെ അങ്ങ് നല്ലോണം മിക്സ് ചെയ്യുക. ഒന്ന് തിളയ്ക്കാൻ നിൽക്കണ്ട, ഒന്ന് ചൂടാകുന്നവരെ ഇവനെ ഒന്ന് സെറ്റാക്കി എടുക്കുക. ശേഷം ഈ സാധനത്തിൻ്റെ സ്മെല്ല് വരും എൻ്റെ ചങ്ങാതി. ഒരു രക്ഷയില്ല കേട്ടോ. വേറൊരു ലെവലാട്ടോ. നല്ല ചൂട് കുത്തരിച്ചോറ്, ഒരു പപ്പടവും ഇച്ചിരി അച്ചാറും കൂടെ ഉണ്ടെങ്കിൽ ഇതൊരു പിടുത്തങ്ങ് പിടിക്കണം എൻ്റെ ചങ്ങാതി. മീൻചാറും കൂടെ ഉണ്ടെങ്കിൽ സംഭവം വേറെ ലെവലിലേക്ക് പോകും എൻ്റെ ചങ്ങാതി. കൊതി വന്നിട്ടൊരു രക്ഷയില്ല. ഇതുപോലെ അങ്ങ് ചോറിലങ്ങ് മിക്സ് ചെയ്യുക. പപ്പടവും കൂടെ ഇട്ടങ്ങ് ഇളക്കി ഒരു പിടുത്തങ്ങ് പിടിച്ച എൻ്റെ ചങ്ങാതി കിളി പോവും. കിളി ഏത് വഴിക്കാ പോയെന്ന് അറിയത്തില്ല. അപ്പോൾ ഒന്നും നോക്കണം, നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. നമുക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ട് കേട്ടോ, ഷെഫ് നിബു ദ ആൽക്കെമിസ്റ്റ്. അതിൻ്റെ അകത്തും കയറി അങ്ങ് സപ്പോർട്ട് ചെയ്യാൻ എൻ്റെ ചങ്ങാതി വരെ കണ്ണടച്ച് സപ്പോർട്ട് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ മോര് കാച്ചിയതൊക്കെ വീട്ടിലുണ്ടാക്കിയിട്ട് ഒരാഴ്ച സുഖമായിട്ട് ഫ്രിഡ്ജിലിടുക. സുഖമായിട്ട് ഡെയിലി ഇച്ചിരി ചോറിൻ്റെ കൂടെ, രാവിലെ ഇച്ചിരി പഴയങ്കഞ്ഞിയുടെ അല്ല ഇച്ചിരി ചൂട് ചോറിൻ്റെ കൂടെ ഇങ്ങ് ഒരു പിടുത്തം പിടിച്ചു കഴിഞ്ഞാൽ ചങ്ങാതി വേറെ ഒരു കറിയും വേണ്ട നമുക്ക് കഴിക്കാൻ. സംഭവം വേറെ ലെവലാണ്.